സോ അതുകൊണ്ട് തന്നെ ഒരു ഹാൻഡിൽ ബാർ റൈസർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയിരുന്നാലും ഒരു ചെറിയൊരു ഡിഫറൻസ് വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഞാൻ കാണിച്ചു തരാം. എനിക്കെപ്പോഴും ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇങ്ങനെ ആയിരിക്കണം. ഇറ്റ്സ് ലൈക്ക് എത്ര നാരോ റോഡ്സിലും നമുക്ക് വെട്ടിച്ച് കാല് കുത്താതെ ഇങ്ങനെ തിരിക്കാൻ പറ്റും. പിന്നെ ഒരു ടാങ്ക് പാഡ് വെച്ചു. ടാങ്ക് പാഡ് ഇളകി പോയായിരുന്നു. ഞാനതിന് മുകളിൽ നിന്ന് കുറച്ചും കൂടെ ഹാർഡായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് അത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഓരോ തവണയും ഈ ബോൾട്ട് അഴിച്ചിട്ട് ഇതിനിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇതും അഴിച്ചിട്ട് ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവർ അത് മാറി. യമഹയുടെ തന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. അത് വരാൻ റീസൺ ഉണ്ടായിരുന്നു. അതായത് ഈ ഗാർഡ് വെക്കുന്ന സമയത്ത് ഇത് ശരിക്കും കമ്പനി ഒറിജിനലായിട്ടുള്ള ഗാർഡാണ്. സോ എൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അതായത് ആദ്യത്തെ 1000 കിലോമീറ്ററിൻ്റെ സർവീസ് കഴിഞ്ഞു. കൂടാതെ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത് രാത്രിയുള്ള റൈഡ്സിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ഓഗ്നോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐവെയർ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ട് വണ്ടിയെടുത്ത് നമ്മളൊരു ലോങ് ഡ്രൈവ് പോയിരുന്നു. ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ലോങ് അല്ല എങ്കിലും ഒരു 2.5 hours കണ്ടിന്യൂസ് റൈഡ് ചെയ്ത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളിതിൽ കുറച്ച് ഫോർവേഡ് ലീൻ ചെയ്താണ് റൈഡ് ചെയ്യേണ്ടത്. അതായത് ഒരു അഗ്രസീവ് റൈഡിങ് പോസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിലത്തെ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത പ്രോബ്ലമാണ്. അതായത് ഷോൾഡേഴ്സിൽ, അത് ഫ്രണ്ടിൽ നമ്മുടെ ഷോൾഡേഴ്സിൽ നിന്ന് കയ്യിൽ നല്ല വെയിറ്റ് വരും. അപ്പോഴത്തേക്ക് അതായത് നമ്മൾ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് ഫ്രണ്ടിലോട്ട് കിട്ടുകയും നമ്മുടെ എൽബോസിലൊക്കെ ചെറിയ പെയിനും അതുപോലെ റിസ്റ്റിലൊക്കെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ഹാൻഡിൽ ബാർ റൈസർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയിരുന്നാലും ഒരു ചെറിയൊരു ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന റൈസർ കുറച്ചൊന്ന് ഇൻവേർഡ് ബെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു റീച്ചും കൂടെ അടുത്തോട്ട് കിട്ടും. സോ ഈ സാധനം വെച്ചതിന് ശേഷം എനിക്ക് നല്ല കംഫർട്ടാണ്. റൈഡിങ്ങിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആദ്യം എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നിയത് ഇതിൻ്റെ എൻറ്റയർ റൈഡിങ് ഡൈനാമിക് മീൻസ് ആ ഒരു എർഗണോമിക്സ് അങ്ങ് ചേഞ്ച് ആവും. അതിൻ്റേതായിട്ടുള്ള ഒരു റൈഡിങ് ഡിസ്കംഫർട്ട് ഉണ്ടാവും. മീൻസ് സ്പീഡിലൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും കൺസേൺ ഉണ്ടായിരുന്നു. ബട്ട് അതും അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ നോർമൽ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒന്ന് എൻജിൻ്റെ ആ ഒരു പുള്ളിങ്ങും അതിൻ്റെ ഒരു എൻജിൻ്റെ ഒരു പുള്ളിങ് അത് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഈ ഒരു പൊസിഷനും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു സ്പോർട്ടി പൊസിഷനിലാകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അഗ്രസീവ് ആവും. കുറച്ച് ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യുന്നു. ഒന്ന് ആ ഒരു എത്രയും പെട്ടെന്ന് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനുള്ളൊരു ഇത് കാണും നമുക്ക് ബോഡി ഏക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു പൊസിഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് റൈഡ്, അത് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമ്മൾ ബാക്കിലോട്ട് മടക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര പ്രിസൈസാണ്. ഈവൻ ഷിഫ്റ്റേഴ്സ് എല്ലാം നല്ല പ്രിസൈസായിട്ട് വീഴുന്ന ഷിഫ്റ്റിംഗ് ആണ്. ഞാൻ ഇതുവരെ എൻ്റെ റൈഡിങ്ങിൻ്റെ ഇടയിൽ ഒരു ഫാൾസ് ന്യൂട്രൽ പോലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതൊക്കെ അവരുടെ ഒരു യമഹയുടെ ഒരു പ്രിസിഷൻ തന്നെയാണ്. അപ്പോൾ അതായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാലൊക്കെ വെച്ചിരിക്കുന്ന ഒരു പൊസിഷനിൽ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫോർവേഡ് ലീനിങ് ആംഗിളിൽ നിന്നൊരു ചെറിയ ഡിഫറൻസ്, അതായത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അപ്രൈറ്റ് ആകുമ്പോഴത്തേക്ക് ഹാൻഡിൽ ബാർ റൈസർ വെച്ചതിന് ശേഷം ഞാൻ ഒരുപാട് അപ്രൈറ്റ് ആയിട്ടിരുന്നാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഞാൻ പറഞ്ഞ ബാക്കിലോട്ട് കാലിൻ്റെ പൊസിഷൻ, അതായത് ഗിയർ ലിവർ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഗിയർ ഷിഫ്റ്റിങ്ങിലുള്ളൊരു പ്രശ്നമൊക്കെ എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നിയിരുന്നു. പക്ഷെ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ടെന്നുള്ളതല്ല, ആ ഒരു പ്രിസിഷൻ ഓഫ് ഷിഫ്റ്റിംഗ്, അതായത് നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ്സ് ചെയ്യുന്ന സമയത്താണ് ഒരു ഡിസ്കംഫർട്ടെന്ന് പറയാനല്ല, എങ്കിലും ആ ഒരു പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ല. അത് മേ ബി ഞാൻ ആ പഴയ ഫോർവേഡ് പൊസിഷനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ അപ്രൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇരുന്ന് റൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കംഫർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ, അതായത് ഫ്രണ്ടിൽ നിന്ന് സസ്പെൻഷൻ കുറച്ചുണ്ട്. അതിപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിലൊരാളും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ബാക്കിലത്തെ സസ്പെൻഷൻ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് യൂസ്ഡ് ആവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ഓടിച്ചിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത്രത്തോളം സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് ബാക്കിലത്തെ റിയർ സസ്പെൻഷനിലാണ് മാക്സിമം ലോഡ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ അപ്രൈറ്റ് ആയിട്ടിരിക്കാൻ തുടങ്ങി, പുള്ളിക്കാരത്ത് എത്ര എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടിരുന്നാലും ബാക്ക് സസ്പെൻഷനിലോട്ടാണ് നമ്മുടെ മാക്സിമം ലോഡ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ കുറച്ചൊന്ന് ബാക്കാണ് ഇതിൽ ഭയങ്കര സ്റ്റിഫ് സസ്പെൻഷൻ, അപ്പോൾ കുറച്ചൊന്ന് ഒരു സോഫ്റ്റർ സൈഡിലോട്ട് മാറി കണക്കൊരു
ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വെയിറ്റ് കൊണ്ടായിരിക്കാം അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഈ ഒരു ഹാൻഡിൽ ബാർ റേസർ വെച്ചതിന് ശേഷമുള്ളൊരു അഡ്വാൻറ്റേജാണ്. അതിനുശേഷം വന്നുള്ളൊരു ഡിഫറൻസാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ലോ സ്പീഡിൽ ക്രൂസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഇപ്പോൾ ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ അവിടെയാണ് ആ അഗ്രസീവ് പൊസിഷനിലിരുന്ന് നമ്മൾ റൈഡ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ അപ്രൈറ്റ് ആയപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ക്രൂസിങ് കൈൻഡ് ഓഫ് ഒരു ഫീലാണ് ഇപ്പോൾ. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ADVയുടെ അത്ര ഹൈറ്റ് ഉണ്ട് ഹാൻഡിൽ ബാറിൽ. നോർമലി ഒരു അഡ്വഞ്ചർ ബൈക്കിനൊക്കെ ഉള്ള കണക്കുള്ളൊരു അത്രയും ഹൈറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. അത്രയും കൂടിയതല്ല എങ്കിലും കൂടിയിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ അത് കൂടുതൽ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ റോണിനുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത യമഹ XSR അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഈ വാഹനത്തിൽ. അപ്പോൾ എനിക്ക് പോലും ഫ്ലാറ്റ് ഫുട്ട് കിട്ടുന്നില്ല. മീൻസ് കംഫർട്ടബിളി ഫ്ലാറ്റ് ഫുട്ട് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. യെസ്, ഓക്കെ എന്ന് പറയാനും പറ്റത്തുള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. വണ്ടിയുടെ ഒരു പ്രൊഫൈൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പ്രൊഫൈലാണ്. അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു റൈസറും കൂടെ വന്നപ്പോഴത്തേക്ക് അതൊരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ADV ഫീൽ കിട്ടുന്നുണ്ട്. അഡ്വഞ്ചർ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ബട്ട് സെയിം ടൈം സ്റ്റെബിലിറ്റിക്ക് ഒരു കുറവും ഇടയ്ക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ഒന്ന് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു അൽഗോരിതം, ആ ഒരു എർഗണോമിക്സിൽ നിന്ന് നമ്മൾ വാഹനത്തിൻ്റെ ഡിസൈൻ മാറ്റുമ്പോൾ തന്നെ മാറ്റാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഇത് ഗതികേട് കൊണ്ടാണ്. അതായത് എനിക്ക് എത്രയും ഷോൾഡർ പെയിൻ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മളൊരു വാഹനം എടുത്തിട്ട് എന്തായാലും നമുക്കത് യൂസ് ചെയ്യാനുള്ളതാണ്. എസ്പെഷ്യലി ലോങ് റൈഡ്സൊക്കെ പ്ലാൻ ചെയ്താണ് ഞാൻ ഈ വാഹനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ബാർ റൈസർ ഇതിപ്പോൾ എല്ലാവരും ചെന്നൈ, തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും ഈ വാഹനം എടുത്ത് അവിടെ തന്നെ ഈ റൈസർ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലിതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. ഞാൻ നോക്കുന്ന സമയത്തൊന്നും ഇവിടെ എങ്ങും അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് ഇത് ചെന്നൈയിൽ നിന്ന് വരുത്തിക്കുകയാണ് ചെയ്തത്. മെയിൻലി സസ്പെൻഷനും കൂടെ കുറച്ചും കൂടെ സോഫ്റ്റർ സൈഡിലോട്ടായി. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഞാൻ കാണിച്ചു തരാം. എനിക്കെപ്പോഴും ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇങ്ങനെ ആയിരിക്കണം. ഇറ്റ്സ് ലൈക്ക് എത്ര നാരോ റോഡ്സിലും നമുക്ക് വെട്ടിച്ച് കാല് കുത്താതെ ഇങ്ങനെ തിരിക്കാൻ പറ്റണം. അവിടെയാണ് വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഞാൻ 100% ഓക്കെ എന്ന് പറയുന്നത്. അപ്ഗ്രേഡ്സ് ഞാൻ ചെയ്തതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു റേഡിയേറ്റർ ഗാർഡ് ഫിക്സ് ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഞാൻ വിശദമായിട്ട് പറയാം. റേഡിയേറ്ററിലൊരു ലീക്ക് വന്നായിരുന്നു. അത് വരാൻ റീസൺ ഉണ്ടായിരുന്നു. അതായത് ഈ ഗാർഡ് വെക്കുന്ന സമയത്ത് ഇത് ശരിക്കും കമ്പനി ഒറിജിനലായിട്ടുള്ള ഗാർഡാണ്. ഗാർഡ് എന്തായാലും വെക്കുന്നത് നല്ലതാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ വളരെ ഫോഴ്സ് ചെയ്തൊക്കെ അടിക്കുന്ന സമയത്ത് ഇതിലടിച്ചിട്ട് റേഡിയേറ്ററിൻ്റെ മെഷിലൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് പൊത്തുപോകാൻ വേറെ സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാർഡ് വെക്കുന്നത്. ഗാർഡ് വെച്ചിട്ട് ഇതിൻ്റെ ഫിക്സിങ് വരുന്ന ഏത് സൈഡ്സിലാണ്. അപ്പോൾ ഇത് തന്നെ ടോപ്പിൽ ഫിക്സിങ് വരുന്ന തരം ഗാർഡുകളും ഉണ്ട്. പക്ഷേ അത് ആഫ്റ്റർ മാർക്കറ്റാണ്. ഇത് ഒറിജിനൽ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ 2 സൈഡ്സിലാണ് വരുന്നത്. അപ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്ത സമയത്താണ് എനിക്ക് തോന്നുന്നു ഒത്തിരി ടെൻഷൻ കൂടിയതാണോ എന്നറിയത്തില്ല, ചെറിയ ലീക്ക് വന്നായിരുന്നു റേഡിയേറ്ററിൽ നിന്ന്. അപ്പോൾ അത് പിന്നെ വിത്തിൻ 5 days അവർ ചേഞ്ച് ചെയ്ത് തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സർവീസിൻ്റെ കാര്യത്തിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതാണ് ഞാൻ വെച്ച ക്രാഷ് ഗാർഡ്. ഇത് ആണ്, ഒറിജിനൽ ക്രാഷ് ഗാർഡാണ്. വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഓരോ തവണയും ഈ ബോൾട്ട് അഴിച്ചിട്ട് ഇതിനിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇതും അഴിച്ചിട്ട് ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഓയിൽ ഫിൽട്ടർ മാറുന്നത്. അപ്പോൾ ഞാനതോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് അല്ലേ? കാരണം ഓരോ തവണ ഇതെല്ലാം ഇതെല്ലാം അഴിക്കല്ല, ഈ ഒരു നട്ട് അഴിക്കുക, ഈ ഒരു നട്ട് തന്നെ അഴിക്കുന്നു, മുകളിൽ നിന്ന് ഈ ഒരു നട്ട് അഴിക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരു ബോണറ്റൊക്കെ തുറന്ന് വയ്ക്കുന്നതാണ് ഇങ്ങനെ വെച്ചായിരുന്നു. സോ അപ്പോൾ അതാണ്. പിന്നെ ഒരു ടാങ്ക് പാഡ് വെച്ചു. ടാങ്ക് പാഡ് ഇളകി പോയായിരുന്നു. ഞാനതിന് മുകളിൽ നിന്ന് കുറച്ചും കൂടെ ഹാർഡായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഡബിൾ സൈഡഡ് സ്റ്റിക്കർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടോപ്പിൽ നിന്ന് ബാഗ് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ നല്ലൊരു ഗം വെച്ച് കൂടുതലൊന്നും കൂടെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തു. ഇനി ഒരു ഗ്രാബ് ഹാൻഡിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. സോ ഇത്രയൊക്കെ തന്നെയാണ് ചേഞ്ചസ് ഞാൻ വണ്ടിയിൽ വരുത്തിയത്. അതുപോലെ ഞാൻ മിറേഴ്സ് മാറി. ഇവർ തന്ന മിറർ വെറും ഒരു കൂതറ മിററായിരുന്നു. അപ്പോൾ അത് മാറി. യമഹയുടെ തന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ അല്ല. പല കടകളിൽ, ട്രിവാൻഡ്രത്ത് പല കടകളിലും ഞാൻ ഇത് തപ്പിയായിരുന്നു, കിട്ടിയില്ല. ഇത് ഒറിജിനൽ
പഴയ യമഹയുടെ ആ ഒരു പഴയ റൗണ്ട് മിറേഴ്സാണ്. നല്ല വിസിബിലിറ്റി ഉണ്ട്, വൈബ്രേഷനും ഇല്ല. മറ്റേതിൽ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് എത്രയോ ഒരു RPM എനിക്ക് തോന്നുന്നൊരു 5000 RPM കണ്ട് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു മിററിന് ആ ഒരു വൈബ്രേഷനും ഇല്ല. 650 സംതിങ് ഉണ്ടായി, 750 അതിൻ്റെ പാർസൽ ചാർജും എല്ലാം കൂടെ ചേർത്തിട്ട്. ബട്ട് നല്ല മിററാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിററാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. നമുക്കിനി അങ്ങോട്ടുള്ള തുടർന്ന് ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. Thank you for watching and thank you for supporting.